വെൽക്കം ടു ടീം ലാംഡ. അപ്പം നമ്മൾ ക്ലാസ് 9ന്റെ ലാസ്റ്റ് സെക്ഷനിലേക്ക് പോകുവാണ്. ഈ ഒരു വീഡിയോ കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചോദ്യം നമുക്ക് നോക്കാം. ആൻ ഒബ്ജക്ട് സ്റ്റാർട്ട് വിത്ത് എ സ്പീഡ് ഓഫ് യു മീറ്റർ പെർ സെക്കൻഡ് ആൻഡ് ട്രാവൽസ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരു ഒബ്ജക്ട് യു മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ ട്രാവൽ ചെയ്യുന്നത്. ഇഫ് ദ സ്പീഡ് ഇൻക്രീസസ് അറ്റ് റേറ്റ് എ മീറ്റർ പെർ സെക്കൻഡ് എവറി സെക്കൻഡ്, ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ടി സെക്കൻഡ്സ് നമുക്ക് തന്നേക്കാണ് അല്ലേ. അപ്പൊ ഡിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. എന്തായിരുന്നു അപ്പൊ ഡിസ്റ്റൻസിനെ ഞാൻ തൽക്കാലത്തേക്ക് ഡി വിളിക്കാണ്. നമ്മളിത് ഫിസിക്സിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ എസ് വെച്ചായിരുന്നു ഡിനോട്ട് ചെയ്തിരുന്നത് കേട്ടാ. ഏതായാലും കുഴപ്പമില്ല. എന്താ തന്നേക്കണത്? അത് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ശരിയല്ലേ? എന്നിട്ട് നോക്കൂ കേട്ടോ, ഡിസ്റ്റൻസ് ട്രാവൽഡ് 2 സെക്കൻഡിന് 10 മീറ്റർ. അപ്പൊ ടൈം 2 ആകുമ്പോൾ ഡിസ്റ്റൻസ് എത്രയാണ്? 10 ആണ് അല്ലേ. അപ്പൊ നോക്കി നോക്കിയാൽ നമുക്ക് അത് അവിടെ ഇട്ട് കൊടുക്കാം. ഈ ഡിസ്റ്റൻസിന് പകരം 10 ഇട്ട് കൊടുക്കാം, ടൈമിന് പകരം എന്ത് ഇട്ട് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ടി ഇട്ട് കൊടുക്കുമ്പോ 2u കിട്ടുന്നു. ഹാഫ് എ ഇൻറ്റു ടി സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വരും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടും. അപ്പൊ 2a പ്ലസ് 2u. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? 2a പ്ലസ് 2u ഈക്വൽ ടു 10. വേണമെങ്കിൽ ആ 2 ഒന്ന് പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? a പ്ലസ് യു ഈക്വൽ ടു 5 എന്ന് കിട്ടിയില്ലേ. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിമിലർലി അവിടെ നോക്കിയാൽ 4 സെക്കൻഡിന് 28 മീറ്റർ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 സെക്കൻഡ് ഇട്ട് കൊടുക്കാം. 28 അല്ലേ. അപ്പൊ ഇതേ സാധനം തന്നെ 28 ഈക്വൽ ടു ടിക്ക് പകരം എത്ര ഇട്ട് കൊടുക്കാം? 4 ഇട്ട് കൊടുക്കാം. അപ്പൊ 4u പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു 4ന്റെ സ്ക്വയർ എത്രയാണ്? 16. കട്ട് ചെയ്യൂ. 8 കിട്ടിയില്ലേ. 4u പ്ലസ് 8a ഈക്വൽ ടു 28 എന്ന് കിട്ടി. നമുക്ക് ഇതിനെ ഒന്ന് എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 4 വെച്ച് അങ്ങോട്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടാ? ഇവിടെ 4 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 7 കിട്ടും. ഈക്വൽ ടു ഇവിടെ യു ആയി, ഇവിടെ 4 വെച്ച് ചെയ്താൽ ബാക്കി 2 എന്തുണ്ട്? എ ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? 2a. ഞാൻ ആദ്യം എ ആയിരുന്നത് ആദ്യം 2a എഴുതിട്ടാ, അതായത് മുകളിലത്തെ. അപ്പൊ 2a പ്ലസ് u ഈസ് ഈക്വൽ ടു 7 എന്ന് കിട്ടി. ശരിയായില്ലേ? അപ്പൊ ഇക്വേഷൻ നമ്പർ 2 അല്ലേ. ഇനി നിങ്ങൾ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 ഒന്ന് മൈനസ് ചെയ്ത് നോക്കി. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2a പ്ലസ് യു ഈക്വൽ ടു 7ഉം അതേപോലെ a പ്ലസ് യു ഈക്വൽ ടു 5 അല്ലേ. ഒന്ന് നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 7ന് 5 പോയ എത്രയാ? 2. യു മൈനസ് യു 0 എ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? a ഈക്വൽ ടു 2 എന്ന ആൻസർ കിട്ടിയില്ലേ. നമുക്ക് ഇത് ഏതിനാണ് ഇട്ട് കൊടുക്കാം? നോക്കൂ, a പ്ലസ് യു എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലെ. അതിൽ a ഇപ്പൊ 2 കിട്ടിയില്ലേ. എന്ന് പറഞ്ഞാൽ യു എത്രയാ? 5 മൈനസ് 2 അതെത്രയാ? 3 ആണല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യുവിന്റെ വാല്യൂയും കിട്ടി അല്ലെ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ഈക്വൽ ടു യു മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. അപ്പൊ 3 മീറ്റർ പെർ സെക്കൻഡ്. കണ്ടുപിടിക്കേണ്ടത് വാട്ട് വാസ് സ്റ്റാർട്ടിംഗ് സ്പീഡ്, ദാറ്റ് ഈസ് യു. അപ്പൊ ഈ സ്റ്റാർട്ടിംഗ് സ്പീഡ് യു എന്ന് പറയുന്നത് 3 മീറ്റർ പെർ സെക്കൻഡ് ആണെന്നും വാട്ട് ഈസ് റേറ്റ് അറ്റ് വിച്ച് സ്പീഡ് ഈസ് ഇൻക്രീസിങ്, അതായത് എ അല്ലെ. എന്നാണ് എ ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ 2 ഡിജിറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 6 ടൈംസ് ദ സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. നമ്മൾക്ക് അറിയാവുന്നതാണ് ഒരു 2 ഡിജിറ്റ് നമ്പർ എന്ന് എക്സ് വൈ അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10x പ്ലസ് വൈ എന്നല്ലേ നമ്മൾ പറയാറ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 21 എന്ന് പറഞ്ഞാൽ അതെന്താ? 2 ഇൻറ്റു 10 പ്ലസ് 1 ഇൻറ്റു 1 അല്ലേ. അങ്ങനെയല്ലേ നമ്മൾ മറ്റേ പ്ലേസ് വാല്യൂന്റെ കൺസെപ്റ്റ്, അത്രേ ഉള്ളൂ. അപ്പൊ 10x പ്ലസ് വൈ അല്ലേ. ഈ 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 6 ടൈംസ് സം ഓഫ് ഇറ്റ്സ് ഡിജിറ്റ്. ഡിജിറ്റുകളുടെ സം എന്നാണ് എക്സ് പ്ലസ് വൈ അല്ലേ. ഇക്വേഷൻ കിട്ടിയില്ലേ. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10x പ്ലസ് വൈ ഈക്വൽ ടു 6x പ്ലസ് 6y. എല്ലാവരും ഇങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്തെടുക്കൂ. 10 6 പോയ എത്രയാ? 4 അല്ലെ. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാ? 4x. ഇനി y മൈനസ് 6y അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് 5y ഈക്വൽ ടു 0. അപ്പൊ ഇക്വേഷൻ നമ്പർ 1 കിട്ടിയേ. അടുത്ത വരി നോക്കാം. നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ് ദ ഡിജിറ്റ്. അതായത് ഡിജിറ്റ് ഇന്റർചേഞ്ച് ചെയ്യാന്നാണ് 21നെ ഞാൻ 12 ആക്കുന്നത്. എന്ന് പറഞ്ഞാൽ 10x പ്ലസ് വൈ എന്തായി മാറിയിട്ടുണ്ടാവും? 10y പ്ലസ് എക്സ് ആയി മാറിയിട്ടുണ്ടാവും അല്ലെ. അത് എന്ന് പറയുന്നത് 9 മോർ ദാൻ 4 ടൈംസ് സം അല്ലെ. അപ്പൊ 4 ടൈംസ് സം ഓഫ് ദ ഡിജിറ്റ് ഇല്ലേ, അതിനേക്കാളും 9 കൂടുതലായിരിക്കും എന്നാ പറയണേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും ഒരു ഇക്വേഷൻ തന്നെയല്ലേ കിട്ടാൻ പോകുന്നത്. അതായത് 10y
പ്ലസ് എക്സ് ഈക്വൽ ടു 4x 4y പ്ലസ് 9. ഇനി ആ 10y നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, 4y മൈനസ് ചെയ്യാലോ. എന്ന് പറഞ്ഞാൽ എന്താ കിട്ടാൻ പോണേ, 6y അല്ലേ കിട്ടാൻ പോണേ. എക്സ് മൈനസ് 4x എന്താ കിട്ടാൻ പോകുന്നത്, അത് മൈനസ് 3x ആണ് അല്ലെ, ഈക്വൽ ടു 9. ഇത് നമുക്കുണ്ടല്ലോ. ഇനി ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ട്, ഇക്വേഷൻ നമ്പർ 2 കിട്ടിയിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ എന്താ കിട്ടാൻ പോണത്, 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് 2y മൈനസ് ഇവിടെ പോയി കഴിഞ്ഞാൽ 3 പോയി കഴിഞ്ഞാൽ 3 ഇല്ല, ഈക്വൽ ടു 3 എന്ന് കിട്ടി അല്ലെ. അപ്പൊ ഇതായിരിക്കും നമുക്ക് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാട്ടാം, കാരണം ഈസി ഇതല്ലേ. ഇനി നോക്കി ഇത് രണ്ട് കമ്പയർ ചെയ്യാം. നമുക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഒന്ന് ശരിയാക്കി എടുക്കണം അല്ലെ. ശരിയാക്കി എടുക്കുമ്പോൾ ഇവിടെ ആദ്യം എക്സ് അല്ല കിടക്കണം. അപ്പൊ ഇതിനെ അങ്ങനെ ആക്കുമ്പോ എനിക്കത് മൈനസ് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 3 എന്നല്ല വരാ. അല്ലാണ്ട് ഒരിക്കലും 2y മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 2y എഴുതി വെച്ചേക്കല്ലേട്ടാ, തെറ്റാണത്. കാരണം 3ന്ന് 2 കുറച്ചാ 1, പക്ഷെ 2ന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 1 അല്ലല്ലോ. അതുകൊണ്ടാണ് തല തിരിച്ച് ചെയ്തേക്കരുത്. എക്സിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് ആ മൈനസ് ഞാൻ അങ്ങനെ തന്നെ എടുത്തു. 2y പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ് 2y ഇട്ടു. ഓക്കെ അല്ലേ. അപ്പൊ ഇത് തന്നെയാണ് നമ്മുടെ ഇക്വേഷൻ 2. ഞാൻ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. അപ്പൊ ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ അവിടെ എന്താ വേണ്ട, ഇവിടെ 4 കിടക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെയും 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ എന്ത് ചെയ്യാ, ഇക്വേഷൻ 2നെ ജസ്റ്റ് 4 വെച്ചൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ കിട്ടാൻ പോണേ, മൈനസ് 4x പ്ലസ് 8y ഈക്വൽ ടു 12 എന്ന് കിട്ടി അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും ഒന്ന് സോൾവ് ചെയ്തെടുത്താലോ. അതായത് ഈ ഇക്വേഷനും അതേപോലെ നമ്മുടെ ഇക്വേഷൻ, അതായത് 4x മൈനസ് 5y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇവിടെ നോക്കിയേ, 4ന്റെ ചിഹ്നങ്ങൾ എന്തൊക്കെയാ, ഒരാൾ പോസിറ്റീവ് ഒരു നെഗറ്റീവ് ആണ് അല്ലെ. അപ്പൊ ആഡ് ചെയ്താലേ ഭാഗം 0 ആയി പോവാ. ഇത് 0 ആയി പോയി. 8ന്ന് 5 പോയ എത്രയാ, 3y അല്ലേ. 3y ഈസ് ഈക്വൽ ടു 12. അവിടുന്ന് y എത്ര കിട്ടാൻ പോണേ, y ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്, 4 അല്ലേ. അപ്പൊ നമുക്ക് y കിട്ടി അല്ലേ. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് ഇതാ രണ്ടാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. വൈന്റെ ഇക്വേഷൻ എത്രയാണ്, 4 അല്ലേ. നമുക്ക് എക്സ് കണ്ടുപിടിച്ചാ പോരെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ മൈനസ് എക്സ് എന്ന് പറയുന്നത് 3 മൈനസ് 8 അല്ലേ. ഇവിടെ നോക്കിയേ, 4 ഇൻറ്റു 2 8 പ്ലസ് ആണ് ഇവിടെ കിടക്കണം. അപ്പൊ ഈക്വൽ ടുന്റെ അപ്പുറത്തേക്ക് അത് പോയപ്പോ മൈനസ് ആയി. എന്ന് പറഞ്ഞാൽ അത് എത്രയാ, മൈനസ് 5. എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് ആണ് മൈനസ് 5. എന്ന് പറഞ്ഞാൽ എക്സ് എത്രയാണ്, 5 ആണ്. നമ്മുടെ 2 ഡിജിറ്റ് എന്ന് പറയുന്നത് എക്സ് വൈ ആയിരുന്നില്ലേ. അന്ന് പറഞ്ഞാൽ എന്താ, എക്സിന് പകരം നമ്മൾ 5 എഴുതുന്നു, വൈക്ക് പകരം നമ്മൾ 4 എഴുതുന്നു. സോ നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ എന്താണ്, 54 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 11 ഈസ് ആഡഡ് ടു എ നമ്പർ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ. അപ്പൊ അതായത് നമുക്ക് 2 നമ്പറുകളുണ്ട്, 2 വ്യത്യസ്ത ആൾക്കാർ. ഒരാളെ ഞാൻ എക്സ് എന്ന് വിളിച്ചു, മറ്റേ ആളെ വൈ എന്ന് വിളിച്ചു. 11 ആഡഡ് ടു എ നമ്പർ ഗീവ്സ് ട്വൈസ് അനദർ നമ്പർ അല്ലെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ എക്സിന് എടുക്കുകയാണെങ്കിൽ എക്സിന് ഇതെന്റെ ഫസ്റ്റ് നമ്പറും ഇതെന്റെ സെക്കൻഡ് നമ്പറും കേട്ടോ. അപ്പൊ എക്സിന്റെ കൂടെ 11 ആഡ് ചെയ്താൽ കിട്ടാൻ പോകുന്നത് എന്താ, ട്വൈസ് ദ അനദർ നമ്പർ. ഇക്വേഷൻ ആയേ, ഇത് കിട്ടിയില്ലേ നമുക്ക്. ഇനി അടുത്ത എന്താ അവർ പറഞ്ഞേക്കണേ, 20 ആഡഡ് ടു സെക്കൻഡ് നമ്പർ y അല്ലായിരുന്നേ. അപ്പൊ y പ്ലസ് 20 എന്ന് പറയുന്നത് ഗീവ്സ് ട്വൈസ് ദ ഫസ്റ്റ് നമ്പർ, ദാറ്റ് ഈസ് 2x. ഓക്കെ അല്ലേ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും സോൾവ് ചെയ്തെടുത്താൽ മതിയില്ലേ. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ നോക്കിയേ, എക്സ് പ്ലസ് 11 അല്ലേ. എനിക്ക് ഇവിടുന്ന് എക്സ് ഈക്വൽ ടു 2y മൈനസ് 11 എന്ന് വിളിച്ചൂടെ, കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇവിടത്തെ എക്സിന് പകരം അത് ഇട്ട് കൊടുക്ക്, y പ്ലസ് 20 ഈക്വൽ ടു 2 ഇൻറ്റു എക്സിന് പകരം എന്തിട്ട് കൊടുക്കുക, 2y മൈനസ് 11 ഇട്ട് കൊടുക്കുക. പോരെ, എങ്ങനെ ചെയ്താലും മതിയല്ലോ. നമ്മള് ഒന്നില്ലെങ്കിൽ സോൾവ് ചെയ്യാൻ മറ്റേ ആഡയോ സബ്ട്രാക്റ്റോ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, y പ്ലസ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4y മൈനസ് 22 ആണെന്ന് കിട്ടി. ശരിയല്ലേ. അപ്പൊ ആ 22 ഞാൻ ഇപ്പുറത്തേക്ക് എടുക്കാണ് കേട്ടോ. അതായത് 20 പ്ലസ് 22ഉം 4yയിൽ നിന്ന് 1y അങ്ങോട്ട് പോകുമ്പോ മൈനസ് അല്ലേ. അപ്പൊ 3y കിട്ടി. എന്ന് പറഞ്ഞാൽ 3y ഈക്വൽ ടു 42 അല്ലേ. എന്ന് പറഞ്ഞാൽ y ഈസ് ഈക്വൽ ടു 42 ഡിവൈഡ് ബൈ 3 അല്ലേ. 42 ഡിവൈഡ് ബൈ 3 എത്രയാ, ഈക്വൽ ടു 42 ഡിവൈഡ് ബൈ 3 എന്ന് പറയുമ്പോ 4ല് എത്ര വട്ടം പോയി, 3 ഒരു വട്ടം അല്ലേ. ബാക്കി നമുക്ക് എന്തുണ്ട്, 12 ഉണ്ട്. 14 ആൻസർ കിട്ടി. അപ്പൊ y ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടി, 14 കിട്ടി. ഇനി ഏതെങ്കിലും ഓരോരുത്തർ ഇട്ട് കൊടുക്കാം. എന്താ, എക്സ് ഈക്വൽ ടു y 14 അല്ലേ, 2 ഇൻറ്റു 14 ചെയ്യാ. കിട്ടിയ ഉത്തരത്തിൽ നിന്ന്
11 മൈനസ് ചെയ്യുക. 14 14 28 അല്ലേ? 28 മൈനസ് 11 എത്രയാ? 17. അപ്പൊ നമുക്ക് രണ്ടും കിട്ടിയില്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x ഈക്വൽ ടു 17ഉം y ഈക്വൽ ടു 14 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ 9th ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. ചാനൽ കണ്ടിട്ട് അഭിപ്രായം പറയാ, വീഡിയോസ് കണ്ടിട്ട് അഭിപ്രായം പറയണേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ, ബൈ.